ഡോക്ടർ, എൻ്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞതാ. എത്ര നാളായി ഡെലിവറി കഴിഞ്ഞിട്ട്? 1.5 മാസം കഴിഞ്ഞു. ഇപ്പൊ എന്താ പ്രശ്നം? ഇവളുടെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്ന് നിർത്തണം. മുലയൂട്ടൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും ഞങ്ങളുടെ എത്തിക്സിന് ചേർന്നതല്ല. അതൊക്കെ നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ചില തെറ്റായ ചിന്തകളാ അതൊക്കെ. സൗന്ദര്യം പോവുമത്രേ. സത്യത്തില് കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്നാലാണ് സൗന്ദര്യം പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞ് സൗന്ദര്യത്തോടെയും ആരോഗ്യത്തോടെയും വളരണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ലേ? നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഡെലിവറി കഴിഞ്ഞാല് കുഞ്ഞിന് 3 മാസമെങ്കിലും പാല് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കാം. ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്താനുള്ള മെഡിസിൻ ഒക്കെ ഉണ്ട്. പക്ഷേ അത് തരാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ആ കൾച്ചറിന് എതിരുമാണ്. എനിക്ക് കടുത്ത വേദനയുണ്ട് ഡോക്ടർ. വേദന വരുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാഞ്ഞിട്ടാ. ഫീഡിംഗ് നടക്കുമ്പോ അതങ്ങ് മാറിക്കോളും. അതിന് കുട്ടി വേണ്ട ഡോക്ടർ. കുട്ടി എവിടെ പോയി? കുട്ടി മരിച്ചുപോയി. ദ്രോഹി. ഐ എം സോറി, ഞാനത് അറിഞ്ഞില്ല. എന്നാലും ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്താനുള്ള മരുന്ന് തരാൻ ഞാൻ തയ്യാറല്ല. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഓർഫണേജിൽ പോയി മുലപ്പാല് ദാനം ചെയ്യാലോ. അതാണ് ശരിയായ മാർഗം. മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ. ഡോക്ടർ ഒന്നും മനസ്സ് വെച്ചാ. പ്രൊഫഷനായുള്ള ചില എത്തിക്സുകൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പൈശാകെ, ഒന്ന് നിന്നെ. നീ എന്ത് ദ്രോഹാടാ ഡോക്ടറോട് പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? എന്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ഓ, അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും നിനക്കെന്താ? പൈശാകെ ചതിച്ചു. ഈ കാട്ടാളനെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇവളെല്ലാം തുറന്നു പറയൂ ദൈവമേ. പതിവായി കൊടുക്കുന്ന പാലാ. പതിവായി കൊടുക്കുന്ന പാലേ കൊടുത്തുള്ളോ? ഏ, ഇന്ന് ചെമ്പകമംഗലത്തേക്ക് ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിരുന്നോ കുഞ്ഞിനെ കാണാൻ? ചോദിച്ച കേട്ടില്ലേ? കുഞ്ഞിനെ കാണാൻ അതിഥികൾ ആരെങ്കിലും വന്നിരുന്നോന്ന്? ഇവളെല്ലാം അവനോട് തുറന്നു പറയ. ഈശ്വര, എന്താ നിന്റെ വായിൽ നാക്കില്ലേ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇന്ന് ചെമ്പകമംഗലത്ത് ആ മൈഥിലി വന്നിരുന്നു അല്ലേ? എന്നോട് ക്ഷമിക്കണം. മൈഥിലി എവിടെ വന്നിരുന്നു? ഈ ഒരു പക്ക ക്രിമിനൽ ആണല്ലോടി. എന്നെ നീ വീണ്ടും വീണ്ടും ചതിക്കുകയാണല്ലേ? എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ എന്റെ ശത്രുവിനെ വിളിച്ചു കയറ്റി എന്റെ കുഞ്ഞിനെ അവളെ കൊണ്ട് പാലൂട്ടി അല്ലടി.
എസിപ്പിയോട് ഒരിക്കലും കളവ് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. ആരാടി അവളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ നിന്നെ സഹായിച്ചത്? മാലതി അമ്മായിയാണോ? ദൈവമേ, ഇവളിപ്പോ പറയും ഇന്നെന്റെ അന്ത്യ കൂതാശയാണ്. ചോദിച്ചു കേട്ടില്ലേ? മാലതി അമ്മായിയാണോ നിന്നെ സഹായിച്ചത്? അല്ല. പിന്നെ ദേവമ്മയുടെ താല്പര്യത്തിലാണോ? ആരുടെ താല്പര്യത്തിലല്ല. കുഞ്ഞിന് പാല് കൊടുത്തില്ലെങ്കിൽ അവര് മരിച്ചു പോവെന്ന് പറഞ്ഞു. എല്ലാവരും ചതിച്ച സ്ത്രീയാണെങ്കിലും എന്റെ മനസ്സലിഞ്ഞു. അവര് കരയുന്ന കണ്ടപ്പോ കുഞ്ഞിന് പാല് കൊടുത്തോളാൻ ഞാന് പറഞ്ഞു.